ഹായ് മക്കളെ, അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ബീഫ് ഇഷ്ടമാണ് കേട്ടോ. ബീഫ് നല്ലോണം കൈയിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊരു കിലോനും കുറച്ചും ബീഫുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊക്കെ വാരിങ്ങാണ്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതൊക്കെ ഒന്നായിട്ട് വാരി കുക്കറിൽ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് അധികം ഒന്നും ഇടാനില്ല. ഇത് ആദ്യം ഒന്നും ഇങ്ങോട്ടേക്ക് വേവിച്ചെടുക്കണം. കോഴിയാണെങ്കിൽ പിന്നെ നമുക്ക് ഉള്ളിയും തക്കാളിയൊക്കെ താളിച്ചേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ബീഫ് അതിനെക്കൊണ്ട് ഇത് നമുക്ക് ആദ്യം വേവിച്ചെടുക്കണം. ഇതൊക്കെ ഇതിലേക്ക് ലേശം ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇടുന്നത് ലേശം കുരുമുളകും പൊടി കേട്ടോ. ലേശം കുരുമുളകും പൊടി ഇട്ട് കൊടുത്ത് പിന്നെ ഒരിത്തിരി മസാലപ്പൊടി ഇടണം. കുറച്ച് മസാലപ്പൊടി ഇതും കൂടെ മാത്രം ഇട്ട് കൊടുത്താൽ മതി, കൂടുതലൊന്നും ഇടണ്ട. ഇതും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് കുറച്ച് ചുടുവെള്ളം നല്ലോണം ഒഴിച്ച് കൊടുക്കുക. ഇത്ര മതി വെള്ളം കേട്ടോ. അത് കഴിഞ്ഞത് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് അടുപ്പത്ത് വെക്കണം. ഇതാ ഇതൊന്ന് നമുക്ക് നല്ലോണം ഒന്ന് ഇങ്ങോട്ട് ഇളക്കി വെക്കാം. ഇളക്കിയിട്ട് മതി കേട്ടോ. അത് നല്ലോണം ഇങ്ങനെ അടുപ്പത്ത് കിടന്നിട്ടൊന്ന് ഇത് നല്ല വിളയെ ഇറച്ചിയാണ്. ഒരു 3 വിസിൽ മതിയാവും. ഞാൻ തൊട്ടാ ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് നല്ല നെയ്യ് ഒഴിച്ച് പിന്നെ ഇതാ ഉള്ളി ഇട്ടിട്ടുണ്ട്. വലിയ ഉള്ളി. ഇത് നമുക്ക് നെയ്ച്ചോറ് വെക്കാനാണ്. ഇത് കുക്കറിലാണ് വെക്കൽ. ഇന്ന് ഞാനിങ്ങനെ വെക്കാൻ വിചാരിച്ചു. ഇപ്പോൾ ഉള്ളി ഒന്ന് നല്ലോണം ഒന്ന് ചോക്കതാവട്ടെ കേട്ടോ. ഈ ഉള്ളി വാടിയിട്ടുണ്ട് കേട്ടോ. നെയ്ച്ചോറ്റിലേക്കുള്ള നമുക്കിതാ ഇതിനൊരു പാട്ടിയും കുറച്ച് അരിയാണ് എടുത്തത്. ഇനി 3 പാട്ട് വെള്ളം ഒഴിക്കണം. ഈ 3 പാട്ട വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് ഏലക്കായ്, കറാമ്പൂവ്, പട്ട ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നീൽ കിടന്ന് വന്നത് തിളക്കട്ടെ. വെള്ളം തിളച്ചിട്ടുണ്ട്. നമ്മളിതാ നല്ല അരിയാണ് കേട്ടോ. ഇതാ ചെറിയ മണി അരിയാണ്. ഇതാ പേരൊക്കെ മറന്നുപോയി. പോലെ എന്തോ ഒന്നാണ്. നമുക്ക് എല്ലാ രീതിയിലേക്ക് വാരിയിട്ട് കൊടുക്കുക. വേറെ എന്താ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമായിരിക്കട്ടെ. സുഖം സമാനം സന്തോഷം ഉള്ളാവ് തരട്ടെ. എല്ലാവരും അസുഖം ഉള്ളാവ് ശിപ്പാക്കി തരട്ടെ. അതുപോലെ എൻ്റെ അമ്മമാരും അനിയത്തിമാരും എൻ്റെ ഭർത്താവിൻ്റെ മക്കളും ലോകത്തിലെല്ലാത്തിൻ്റെ വട്ടക്കാരും വിദേശികളുടെ ഉള്ളാവ് ശിപ്പാക്കി തരട്ടെ. എല്ലാവർക്കും റഹ്മത്തും ബർക്കത്തൊക്കെ തരട്ടെ. അരിയൊക്കെ വാരിയിട്ടുണ്ട്. ഉപ്പൊക്കെ ഉണ്ട് പാകത്തിന്. ഇത് കിടന്നിന് വേവട്ടെ കേട്ടോ. ഇതിട്ടാ ചോറ് തിളച്ചിക്കുന്നു. വെള്ളമൊക്കെ വറ്റാണ്ട് ചോറ് വേവാണ്ട്. വേവട്ടെ കേട്ടോ. നല്ലോണം വേവട്ടെ. നമുക്കിത് മൂടി ഇങ്ങനെ തന്നെ മൂടി വെച്ച് കൊടുക്കാം. ഇതാ ചോറ് ഞാൻ ഇതിൽ ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ടോ. കാരണം ചോറ് വെന്തിക്കണം. ഇതിൻ്റെ മുകളിലൊരു ലേശം കൂടെ ഞാൻ ഇത് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ മൂടിയിട്ട് ഇവിടെ വെക്കാം. നമുക്ക് ചോറെല്ലാം വെന്തിട്ടുണ്ട്. നടക്കട്ടെ. ഇനി കറി വെക്കാനുള്ള ഇറച്ചി വേവിച്ച ഇറച്ചി ഞാനൊരു പാത്രത്തിലേക്ക് ഊറ്റി വെച്ച് ഞാനിതിലേക്ക് ലേശം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ആണ് കേട്ടോ. നല്ലോണം ഒന്ന് വെളിച്ചെണ്ണ ചൂടായിട്ട് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നല്ലോണം വഴറ്റിയെടുക്കട്ടെ. ഈ മുകളിൽ കാണുന്നത് വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. ഇതും കൂടെ നമുക്കൊന്ന് ഇതിട്ടുകൊണ്ട് പച്ചക്കറി ഒന്ന് മാറട്ടെ. വാവ്, ഇതാ മണമക്കളെ. വെളുത്തുള്ളി ഒരു ഭയങ്കര സുഗന്ധം തന്നെ അല്ലേ. ഇതിട്ടൊന്ന് വഴറ്റി ഒന്ന് വാടിയാൽ മതി. കരിഞ്ഞൊന്നും പോണ്ട. ഇത് കരിഞ്ഞ കറക്കി ഒരു കളർ വ്യത്യാസം വരും. അപ്പം ഇങ്ങനെ മതി കേട്ടോ. ഇതിലേക്ക് നമ്മളിനി പച്ചമുളകും ഇഞ്ചിയാണത് കേട്ടോ. ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടൊന്നും കൂടെ വഴറ്റുക.
ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇഷ്ടമുള്ളവർ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ പിന്നെ കുട്ടികൾക്ക് ഇങ്ങനെ ഇട്ട് തിന്നാക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താണ്. തക്കാളി ഇടണമെങ്കിൽ തൈര് വെച്ചാലും മതി. ഇങ്ങനെ കിടന്നിട്ട് വേവട്ടെ. ഇറച്ചിൻ്റെ വെള്ളം ഒരു ലേശം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഈ കിടന്നിട്ട് നല്ലോണം ഒന്ന് വേവട്ടെ. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ഇറച്ചി വേവിക്കുമ്പോൾ ഇട്ടതാണ് കേട്ടോ. കുറച്ചും കൂടെ ഉപ്പ് ഇടുന്നുണ്ട്. ഉപ്പ് ഇറച്ചി വേവിക്കുമ്പോൾ ഇട്ടിക്കുന്നു. അതിനെക്കൊണ്ടാണ് ഞാൻ ഒരു സ്പൂൺ ഉപ്പിട്ടത്. ഇതിൽ കിടന്നുന്നത് വേവട്ടെ. മലത്തി മൂടി വെച്ച് കൊടുക്കാം. നമുക്കിതാ ഏലക്കായി, കറാമ്പൂവ്, പട്ട ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇതാ ബീഫ് വേവിച്ച് വെച്ചാണിത്. ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഇതിലേക്ക് വെച്ച് കൊടുക്കുക. നല്ലോണം വേവട്ടെ. വെന്തതാണ്. രസം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെ വീണ്ടും പറയാൻ മൂടണ്ട, അങ്ങനെ വെച്ചാൽ മതി. അങ്ങനെ ഇതിലേക്ക് ഇതാ ഒരു 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് തോല് പൊളിച്ച് വെച്ചാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. തോല് പൊളിച്ചിട്ട് കൊടുത്താണ് പുഴുങ്ങിയിട്ട്. ഉരുളക്കിഴങ്ങ് ബന്ധുക്കണ് നല്ലോണം. ഇനി ഒന്നും കൂടെ അതിൽ കിടന്നാൽ ഉടയും. ഉരുളക്കിഴങ്ങ് അങ്ങനെ ആണല്ലോ അതിലിട്ടാൽ. വേവട്ടെ കേട്ടോ. തേങ്ങ ഒരു 4-5 അണ്ടിപ്പരിപ്പ്, ചുവന്നുള്ളി എല്ലാം കൂടെ കൂട്ടി അടിച്ചതാണിത്. ഇത് നമുക്ക് ഇതിലേക്ക് ഇതാ ഒഴിച്ച് കൊടുക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നല്ല അടിപൊളി മണം വരുന്നുണ്ട്. നമ്മൾ ഏലക്കായി, കറമ്പട്ട, ഈ ഉള്ളീൻ്റെ ഒക്കെ മണം നല്ല പതുക്കട്ടെ കേട്ടോ. ഇതെന്താ കാണുന്നതെന്നറിയോ? ഇത് പെരുംജീരകമാണ് കേട്ടോ. ഇതിലേക്ക് ലേശം മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കരിവേപ്പിലിടണം. ഇതട്ടാ നമ്മൾ ലേശം കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളകും ജീരകമൊക്കെ തോനെ ഇട്ടിക്കണം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ഇട്ടെന്നേ ഉള്ളൂ. പിന്നെ കൂടെ ഞാൻ കുരുമുളകും പൊടി ഇട്ടിക്കണേ. കുറച്ചും കൂടെ കുരുമുളകും പൊടി ഇട്ട് നല്ല കുറുങ്ങനാണ് കേട്ടോ കറി. ഇതണ്ട നല്ല അപ്പം പോലെയുള്ള കറിയാണ്. ഉണ്ടാ ഉണ്ടാ അടിപൊളി കറിയാണ്. ഇതാ അടിപൊളി കറിയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.